ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് എവിടേക്ക് പോകണമെന്ന് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അതിന് മുമ്പ് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. എല്ലാവരും റെഡിയായി വന്നതിന് മുമ്പ് ഫാസ്റ്റായിട്ട് വേഗം റെഡി ആവണം. അതിൻ്റെ ഇടയിൽ എൻ്റെ കുറേ കോപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇതൊന്ന് കണ്ടെന്ന് പോ. പിന്നെന്താ, അപ്പോൾ അതിനെ കണ്ണൊക്കെ എഴുതണം. ഞാൻ ഓൾറെഡി മുഖത്ത് പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ണ് എഴുതണം, ലിപ്സ്റ്റിക്ക് ഇടണം, അങ്ങനെ മാത്രം മതി. പിന്നെ തലമുടിയൊക്കെ ഒന്ന് ഇരിക്കട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഒരു ലവ് ചിഹ്നെങ്കിലും ഇടണോട്ടോ, ഒന്നും പറയാനില്ലെങ്കിലും. അപ്പോൾ അതിനെ കണ്ണ് എഴുതുന്നതിൻ്റെ ഇടയിൽ മോൻ വന്ന് കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. മൊബൈൽ നോക്കി കണ്ണ് എഴുതിയാൽ റെഡി ആവില്ല. അതാണ് ഞാൻ കണ്ണാടി പോയി എഴുതണത്. എപ്പോഴും വീഡിയോ എടുക്കാൻ നേരത്തും അങ്ങനെയാണ്, ശരിയാവില്ല. പിന്നെ അത് കണ്ണാടിയൊക്കെ നോക്കി പോയി എഴുതിയിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ശരിയായി. ഇനി എനിക്ക് ലിപ് ബാം ഇടണം, ലിപ്സ്റ്റിക്ക് ഇടണം. അപ്പോൾ അദ്ദേഹം ലിപ് ബാം തുറന്നപ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ പൊങ്ങി വന്നേക്കാണ്. അപ്പോൾ അതിന് കുറച്ച് കൈ കൊണ്ട് തോണ്ടിയിട്ട് ഇങ്ങനെ ചുണ്ടത്തേക്ക് ഇട്ടോ. അപ്പോൾ അത് ലിപ് ബാമൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് പിന്നെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ, വൈബേൻ്റെ ഉണ്ടല്ലോ ലിപ്സ്റ്റിക്ക്. അത് അധികം ഇട്ടെങ്കിൽ നല്ല ഡാർക്കായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടാണ് കേട്ടോ ചുണ്ടത്ത് കയറുന്നത്. ലിപ്സ്റ്റിക്ക് കിട്ടുകഴിഞ്ഞ് ബാക്കി ഒന്ന് ഇതേ കവളത്തും തൂത്തിട്ടോ. ഇനി ഇതേ മുടി ഒന്ന് ഈരി സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും ഹെയർ സ്റ്റൈലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ഇതേ ഇങ്ങനെ ഇട്ടിട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉമ്മച്ചീനെ കാണിച്ചു കൊടുത്തപ്പോൾ തന്നൂനെ നെച്ചുനെ കാണിച്ചു കൊടുത്തപ്പോൾ അവരും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തപ്പോൾ ആരും വന്നിട്ടുണ്ടായില്ല. റെഡിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതേ ഞാൻ ചെയിനൊക്കെ ഇട്ടു. പിന്നെ വാച്ച് ഇടണം, മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റെഡിയായി കേട്ടോ. ഇനി ബാക്കി എല്ലാവരും റെഡിയായി വന്നാൽ മതി. ഞാൻ വേഗം റെഡിയായി. റെഡി ആയത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? നല്ലതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ക്യാമറയ്ക്ക് ഒന്ന് പോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവൾ കൈ കൊണ്ടൊക്കെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുകയാണ്. രണ്ടുപേരും വന്നിട്ട് വീഡിയോ ഓണാക്കി കണ്ടപ്പോൾ അവരും രണ്ടുപേരും വന്ന് കോപ്രായം കാണിക്കണം, അമീറായി അതിനും. പിന്നെ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ തനു നെച്ചൊക്കെ നല്ലോണം ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നാമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ വെച്ച് മുഖം മറയ്ക്കണതാണ് കേട്ടോ. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ വീഡിയോ എടുത്തു, ഞാൻ അപ്ലോഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടത്. പുറത്തേക്ക് നിങ്ങൾ ഫോട്ടോ എടുപ്പ് ഇതുവരും കഴിഞ്ഞില്ല. ആച്ചുവാണെങ്കിൽ ചാരി കിടപ്പുണ്ട്. അങ്ങനെ റഷി കൊച്ചാൻ്റെ വണ്ടിക്ക് ഞങ്ങൾ പിള്ളേരും ഷാഹിനായും നിസിനായും ഉമ്മച്ചിയൊക്കെ യൂബറിന് എറണാകുളത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഒരു വണ്ടിയിൽ എല്ലാവരും കയറൂല. അങ്ങനെയാണ് അവർ യൂബറിന് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ യൂബർ വിളിച്ചു. ഓട്ടോറിക്ഷ വന്നു, അവരും അങ്ങോട്ട് പോയി. ഞങ്ങളും എറണാകുളത്തേക്ക് പോയി. ഇതുവരെയായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വേറെ ഇങ്ങോട്ടല്ല, എറണാകുളത്ത് നല്ല ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഞങ്ങൾ കാണാൻ വേണ്ടി പോവേം കേട്ടോ. അപ്പോൾ ഇതുവരെ അവിടെ ഇങ്ങനെ ഒരു പരിപാടി ഫ്ലവർ ഷോ ഒക്കെ വെച്ചിട്ടൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും പോകണം. ഇത് ചൈനയിലും ദുബായിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ എറണാകുളത്ത് വന്നില്ലെങ്കിൽ നമ്മൾ പോയില്ലെങ്കിൽ അത് മോശമല്ലേ. അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോണതാണ് കേട്ടോ. ഉമ്മച്ചി നാമാരൊക്കെ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്.
അങ്ങനെ ഞങ്ങളും വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവേണേ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒരാൾക്ക് 150 രൂപ വെച്ചാണ്ട് ടിക്കറ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അവിടെ പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഇന്നാമയൊക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവേണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ബട്ടർഫ്ലൈസ് അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിട്ട് നല്ല രസമുണ്ടായി കാണാൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടോ. ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ പിള്ളേർ കുറച്ചിരുന്ന് അതുമൊക്കെ നോക്കി നിന്നു. അത് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ കേട്ടോ. ഇനി അടുത്തത് കാണണമല്ലോ. ഇത് ശരിക്കും കാണാൻ ഭംഗി രാത്രിയാണ് കേട്ടോ. ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ എന്തായാലും നമ്മൾ അടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണ സൈഡിലേക്ക് പോകുന്നപ്പോൾ അവിടെയും അത്യാവശ്യം ഇറങ്ങണ സ്ഥലത്ത് നല്ല തിരക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയി. പിന്നെ ഇങ്ങനെ നിന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് പൈസ കൊടുക്കണം. വെറുതെ അവർ എടുത്തു തരുന്നില്ല. പൈസ കൊടുത്താൽ മാത്രം അവർ എടുത്തു തരുള്ളൂ. എത്ര രൂപയെന്ന് എനിക്കറിയില്ല. അനിയൻ പോയി ചോദിക്കണ്ടായിരുന്നു. ഞാൻ ഓർക്കണില്ല കേട്ടോ എത്ര രൂപയെന്ന്. അല്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞേനെ. അങ്ങനെ എല്ലാവർക്കും എന്തൊക്കെ ഐസ്ക്രീം വേണമെന്ന് അറിയാൻ വേണ്ടി എന്നെ വെയിറ്റ് ചെയ്ത് ചോദിച്ചിട്ടോ. അപ്പോൾ തനും ഐസ്ക്രീം കിട്ടി. തനും അത് കഴിച്ചിട്ടോ. അപ്പോൾ എൻ്റെ മോനിക്ക് ഐസ്ക്രീമൊന്നും വേണ്ട, ഇത് കണ്ടപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ഇത് സെപ്പറേറ്റ് ഒരു ഫുഡൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഒരു ടിക്കറ്റൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ടിക്കറ്റ് കാണിച്ച് ഇത്രണ്ണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രണ്ണം കിട്ടും കേട്ടോ. അപ്പോൾ തനുവും തിന്നുന്നുണ്ട്, അതിനും തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാവരും ഉള്ളിടത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നത് അവർക്കും കൊടുത്തു. അപ്പോൾ എനിക്ക് ഐസ്ക്രീം കിട്ടില്ല. അപ്പോൾ ഞാനും ഇന്നയും ഐസ്ക്രീം, ബാക്കി എല്ലാവരും ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അത് വാങ്ങിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഐസ്ക്രീം എല്ലാവരും തിന്നെങ്കിൽ പിന്നെ ഷൈനായും ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം കേട്ടോ എന്ന് പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ ഇന്നായും എനിക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു. അങ്ങനെ അവിടെ ലേറ്റൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം ഇരുട്ടായി വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിള്ളേർ അതിൻ്റെ ചുറ്റും കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആ വെള്ളത്തിൻ്റെ അങ്ങോട്ട് അടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഒരു സ്ഥലത്ത് കുറച്ച് സ്പേസ് വന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് ആദ്യം കാലൊക്കെ നനയ്ക്കാമെന്നൊക്കെ ഓർത്താണ്. അതുകൊണ്ട് ഉടുപ്പും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതുങ്ങൾക്ക് ഇറങ്ങണമെന്നും പറഞ്ഞ് അന്ന് പിന്നെ ഇറങ്ങിക്കോ, അല്ലാണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അവർ വെള്ളത്തിലിറങ്ങി നല്ല കളിയായിരുന്നു കേട്ടോ.
അതിനൂനും അമീറാക്കും കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് കളിച്ചപ്പോഴേക്കും മതിയായി. അപ്പം ഞാൻ അങ്ങോട്ട് കയറി വന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ദേ ഇവിടെ വന്ന് ഇരുന്നിട്ട് അപ്പോൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങണം. അപ്പോൾ അതുവരെ ഇങ്ങനെ മറ്റവർ വന്നിട്ടില്ല, ആദ്യം മാച്ചും മമ്മൊന്നും വന്നില്ല, അവർ വെള്ളത്തിൽ തകർക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരു വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇതാക്കണം. അതിൻ്റെ ഇടയ്ക്ക് അതിനൂന് അമീറാക്ക് ഇളകി, നല്ല രസമായിരുന്നു. അവർക്ക് ഇനിയും മറ്റേ ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു ഓരോ ബഹളങ്ങളും വാശിയൊക്കെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചൊക്കെ പോയി ഇത് അവിടെ പോയി ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് എനിക്കറിയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അച്ഛനും അമ്മയൊക്കെ അതിന് വന്നു. അവരുടെ ഡ്രസ്സ് കുറച്ച് നേരം ഒന്ന് പീഞ്ഞൊക്കെ എടുത്ത് അവരും ഡ്രസ്സ് ഉണ്ടിട്ടുണ്ടായില്ല മെയിനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്നിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ അതേ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അലുവേൻ്റെയും അച്ചാറിൻ്റെയും ബുക്കുകൾ, പിന്നെ ലേഡീസിൻ്റെ ഫാൻസി ഐറ്റംസ്, പിന്നെ എന്തൊന്നും അങ്ങനെ, പിന്നെ കിഡ്സിൻ്റെ കുറേ കളിപ്പാട്ടങ്ങളുണ്ടായി. ആ സൈഡൊക്കെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇളകൂന്ന് അറിഞ്ഞുകൊണ്ട് കാണാണ്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായി. അച്ചാറൊക്കെ പലതരം അച്ചാറുകളൊക്കെ ഉണ്ടാക്കി ആ വശത്തേക്ക് ചെല്ലുമ്പോൾ നല്ല സ്മെല്ലാണ്, ടേസ്റ്റ് ചെയ്യാൻ തോന്നും. പക്ഷേ ആ സൈഡൊക്കെ എല്ലാവരും ഇങ്ങനെ ചുറ്റും വളഞ്ഞേക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം വാങ്ങിച്ചു വെച്ചു, ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ. അതിന് ഫ്ലേവറൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടോ, കുലുക്കി സർബത്തും കുടിച്ചിട്ടോ. അത് പിന്നെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ റൈഡ് ഐറ്റംസ്, അതായത് തൊട്ടിയാട്ടം അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടായിട്ടോ. അപ്പോൾ അതിനകത്ത് അവർ തന്നൊക്കെ വഞ്ചിയിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും വേണ്ടി അപ്പോൾ ഇതുങ്ങളൊന്ന് സൈഡാക്കിയാലേ എനിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുങ്ങൾ എന്നെ വിടൂല. അപ്പോൾ അതിന് പറയുന്നുണ്ട് ഉമ്മയെ പോകരുത്, ഉമ്മ അതിനകത്ത് കയറരുത്, ഉമ്മയോട് നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഓക്കെ പറഞ്ഞിട്ട് ഇതുങ്ങൾ നൈസായിട്ട് ഇതിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ഓടിയിട്ടോ. ഇതിനകത്ത് ഞാൻ 3-4 പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറിയ ടൈമിലൊക്കെ ആ സെൻറ്റർ ആ ഭാഗത്തൊക്കെ ഇരുന്നിട്ടുള്ളൂ, ഏറ്റവും മേളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ഏറ്റവും മേളിൽ പോയി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതിനകത്ത് കയറിയതിൻ്റെ ഓരോ കഥകളാണ് നെച്ചു പറയണത്. ഇതിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് ആർക്കും മേളിലിരുന്നപ്പോൾ തെറിച്ച് പോണ ഒരു ഫീലിങ്സൊക്കെ ആയിരുന്നു എല്ലാവർക്കും. അത്യാവശ്യം പേടിയൊക്കെ ആയി എന്ന് പറയുക. പിന്നെന്താ, മമ്മൂന് ഒന്ന് ഛർദ്ദിക്കാനൊക്കെ വന്നു, അവൻ കുറേ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ ആച്ചനും ചെറിയ അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന്. അപ്പോൾ ഇത് കൊച്ചുവരാൻ വേണ്ടി കുറച്ച് നേരം റോഡിൻ്റെ സൈഡിൽ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ കൊച്ചായൊക്കെ വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും കയറിയില്ലെങ്കിലും, കാരണം ആച്ചനും പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി മമ്മൂനാണെങ്കിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്, അവനിക്കും പറ്റുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്നും കഴിക്കാനൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞത് എനിക്ക് അറിയില്ല, അതാണ് ഞാൻ ഇങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീട്ടിലും ടാറ്റാ.